സംഘപരിവാർ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയിൽ പി.കെ. ശ്രീമതിയുടെ മൊഴിയെടുത്തു പോലീസ്. കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് ആലക്കോട് സൈബർ പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനു പിന്നാലെയാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ഉടൻ നടപടി ഉണ്ടായതിൽ സന്തോഷമെന്ന് പി.കെ. ശ്രീമതി പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശമനുസരിച്ച് DGPയുടെ ഭാഗത്തു നിന്നാണ് അടിയന്തരമായി ഇന്നലെ രാത്രി തന്നെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെയൊരു മൊഴിയെടുക്കാൻ പോലീസുകാർ വരുമെന്ന വിവരം എന്നെ അറിയിച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന പോലെ ഇതിൻ്റെ വളരെ ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരെ ഉയർന്നപ്പോൾ അത് അന്വേഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. പ്രചരിപ്പിച്ചത് യാതൊരു വാസ്തവവുമില്ലാത്ത കാര്യങ്ങളാണ് എന്നും ആര് ചെയ്താലും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. യാതൊരു വാസ്തവമില്ലാത്ത ഒരു കാര്യത്തിനാണ് പി.കെ. ശ്രീമതി മുൻ മന്ത്രിയാണ്. അവർ സംസ്ഥാനത്തെ ഒരു വനിതാ നേതാവാണ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരെപ്പോലുള്ള ആളിനെ ഒരു മര്യാദയുമില്ലാതെ അപമാനിച്ചതിനോട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സൈബർ സെല്ല് എൻ്റെ SP കൊടുത്തത് അതുകൊണ്ടാണ്. അത് അന്വേഷിച്ചിട്ട് ശക്തമായ നടപടി അതിലുണ്ടാവും, ഒരു സംശയവും വേണ്ട. നിഖിലെ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, വളരെ ഗൗരവമായി തന്നെയാണ് ഇക്കാര്യം സർക്കാർ എടുത്തിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് മൊഴിയെടുത്തിരിക്കുന്നു പി.കെ. ശ്രീമതിയുടെ. അപ്പോൾ ഇതിലൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെ തോന്നിക്കുന്നത് പോലെയാണ് നിലവിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണല്ലോ ആഭ്യന്തരമന്ത്രിയും പറയുന്നത്. ശ്യാമിനി, തീർച്ചയായും ഇത്തരത്തിൽ ഈ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പി.കെ. ശ്രീമതി ടീച്ചർ തന്നെ അല്പസമയം മുൻപ് പ്രതികരിച്ചത് നമ്മൾ കേട്ടു. ഏതായാലും ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടി സംസ്ഥാന സർക്കാർ കാണുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ഇന്നലെയാണ് ശ്രീമതി ടീച്ചർ ഇത്തരത്തിൽ പരാതി മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അറിയിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇന്നലെ രാത്രി തന്നെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് DGPയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഈ രാവിലെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന നിർദ്ദേശം നൽകുന്നു. ആലക്കോട് സൈബർ പോലീസിനാണ് കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. ആലക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, ഒപ്പം ശ്രീമതി ടീച്ചറുടെ വീട് ഉൾക്കൊള്ളുന്ന പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ടീച്ചറുടെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, ഇവരെല്ലാം എത്തിയാണ് രാവിലെ തന്നെ ടീച്ചറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ വാർത്തയുമായ കാര്യങ്ങളെല്ലാം തന്നെ പി.കെ. ശ്രീമതി ടീച്ചർ മൊഴിയുടെ ഭാഗമായി ഈ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ചാനലുകളുടെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ, ഒപ്പം തന്നെ ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ആ പത്രങ്ങളുടെ കട്ടിങ്ങുകൾ, അങ്ങനെ ലഭ്യമായ തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘം ഇതിനകം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് തുടക്കത്തിൽ ഉള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. പി.കെ. ശ്രീമതി ടീച്ചറുടെ ഇന്നത്തെയും പ്രതികരണത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഒരു കാരണവശാലും കടുകിട പിറകോട്ടില്ല ഇക്കാര്യത്തിൽ എന്ന് ടീച്ചർ പറയുന്നു. കാരണം നേരത്തെ പല തവണ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും തനിക്കെതിരെ വന്നിട്ടുണ്ട്. അന്നൊക്കെയും പല ഘടകങ്ങൾ പരിഗണിച്ച് അതിലൊക്കെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. നിയമ നടപടി സ്വീകരിച്ച കേസുകളിലാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ തന്നെ വൈകാരികമായി അത്രത്തോളം തളർത്തിയ വിഷയമാണ് എന്നത് മാത്രമല്ല, ഇത് ഇങ്ങനെ ഈ വനിതകളോടൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് മാതൃകാപരമായ ശിക്ഷയുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരോടും ഒരു മനസ്സലിവും ഉണ്ടാകില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പി.കെ. ശ്രീമതി ടീച്ചർ പറയുന്നത്. മാത്രമല്ല, ഇത് നിയമപരമായി ഇക്കാര്യങ്ങൾ ഒരു വശത്ത് മുന്നോട്ട് പോകുമ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പി.കെ. ശ്രീമതി ടീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. വക്കീലുമായി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതിൻ്റെ പേപ്പർ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ ബന്ധപ്പെട്ട ചാനലുകൾക്ക്, പ്രത്യേകിച്ചും ഇത് സംപ്രേഷണം ചെയ്ത സംഘപരിവാർ അനുകൂല ചാനലുകൾക്ക് ഉൾപ്പെടെ വക്കീൽ നോട്ടീസ് അയക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതിൽ പി.കെ. ശ്രീമതി ടീച്ചർ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതിലൊരു പ്രാദേശിക വശം കൂടിയുണ്ട്. കണ്ണൂരിലുള്ള ഒരു പ്രാദേശിക ദിനപത്രം, ആ ദിനപത്രവും ഇതേ വാർത്ത നൽകിയിട്ടുണ്ട്. ആ പത്രം
താൻ MP ആയി പ്രവർത്തിച്ചപ്പോഴൊക്കെ അതിൻ്റെ എല്ലാ ലേഖകന്മാരുമായും അല്ലെങ്കിൽ ആ പത്രത്തിൻ്റെ ഓഫീസുമായും ഒക്കെ തനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവർക്കൊക്കെയും PK ശ്രീമതി ടീച്ചറെ നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നോട് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ തന്നോടൊന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു വാർത്ത നൽകിയത്, ആ പത്രം നൽകിയത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അതുകൊണ്ട് ആ പത്രത്തിനെതിരെയും ഈ നടപടികൾ തുടരും എന്നുകൂടി PK ശ്രീമതി ടീച്ചർ പറയുന്നുണ്ട്.